ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്, നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയപ്പെടുന്നവരാണെങ്കിൽ എന്തുകൊണ്ടാണ് എന്നുള്ള ഒരു ഷോക്കിംഗ് റീസൺ ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ പല കോഴ്സുകളിലും ജോയിൻ ചെയ്തിട്ട് ഇംഗ്ലീഷ് വീഡിയോസ് കേൾക്കുന്നുണ്ട്, എല്ലാം എഴുതിയെടുക്കുന്നുണ്ട്, പഠിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാണ് അതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ റീസൺ ഞാൻ പറഞ്ഞു തരാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എഴുതുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നില്ല. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. നമ്മൾ എത്രത്തോളം പ്രാക്ടീസ് ചെയ്യുന്നുവോ അത്രത്തോളം ഈസിയിൽ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. പ്രാക്ടീസ് ഇല്ലെങ്കിൽ നമുക്ക് സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല. നമ്മളിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ദിവസം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് 10 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും പ്രാക്ടീസ് ചെയ്താൽ ഒരിക്കലും നമുക്ക് ആ പ്രാക്ടീസ് ചെയ്തത് ഓർമ്മയുണ്ടാവില്ല. പ്രാക്ടീസ് കൺസിസ്റ്റൻസി ആയിട്ട് ചെയ്യണം. എന്നാലും മാത്രമേ നമ്മുടെ ബ്രെയിനിൽ സ്റ്റോറായി നിൽക്കുകയുള്ളൂ. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോഴാണ് നമ്മുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവുന്നത്. ബ്രെയിനിൽ കറക്റ്റായിട്ട് സ്റ്റോർ ആയിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് എടുക്കാൻ ഉണ്ടാവില്ല ബ്രെയിനിൽ നിന്ന്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മുടെ നാവിന്റെ തുമ്പത്ത് വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. ആ പ്രാക്ടീസിന്റെ കുറവ് കൊണ്ടാണ് നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയപ്പെടുന്നത്. നല്ല പ്രാക്ടീസ് ഉള്ള ഒരാൾക്ക് ഒരിക്കലും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർ ചിന്തിക്കുമ്പോൾ തന്നെ നാവിന്റെ തുമ്പത്ത് വരും എന്താണ് പറയേണ്ടത് എന്നുള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കമ്പ്യൂട്ടറിൽ കുറെ കാര്യങ്ങൾ, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുമ്പോഴാണ് നമുക്കത് ആവശ്യമുള്ളപ്പോൾ എടുക്കാൻ കഴിയുക. എന്ന് പറഞ്ഞതുപോലെ ബ്രെയിനിൽ പ്രാക്ടീസ് നമ്മൾ കൊടുക്കുമ്പോഴാണ് ബ്രെയിൻ അത് സ്റ്റോർ ചെയ്ത് വെക്കുക. പലരും പറയുന്നുണ്ട്, എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുറെ കുട്ടികൾ എന്നോട് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇംഗ്ലീഷ് സംസാരിക്കാൻ പേടിയാണ്, വാക്കുകൾ കിട്ടുന്നില്ല, സ്റ്റക്കായി പോകുന്നു, സംസാരിക്കാൻ തന്നെ മടി വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കട്ടെ. ഐ വാണ്ട് ടു ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ. ഹൗ ഡു യു ലേൺ യുവർ ഫസ്റ്റ് ലാംഗ്വേജ്? നിങ്ങളുടെ ഫസ്റ്റ് ലാംഗ്വേജ് ആയ മാതൃഭാഷ മലയാളം എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്? ഡിഡ് യു സ്റ്റഡി ഗ്രാമർ ബുക്ക്? ഗ്രാമർ ബുക്ക് പഠിച്ചിട്ടാണോ പഠിച്ചത്? അല്ല അല്ലേ? ഡിഡ് യു മെമ്മറൈസ് ലോങ് ലിസ്റ്റ് ഓഫ് വേർഡ്സ്? കുറേ വാക്കുകൾ പഠിച്ചു വെച്ചിട്ടാണോ നിങ്ങൾ മലയാളം സംസാരിക്കാൻ പഠിച്ചത്? നോ. എങ്ങനെയാണ് പിന്നെ പഠിച്ചത്? ബൈ ലിസണിങ്, ബൈ കോപ്പിംഗ്, ബൈ മേക്കിംഗ് മിസ്റ്റേക്ക് ആൻഡ് യൂസിങ് ദ ലാംഗ്വേജ് എവ്രി ഡേ. നമ്മൾ കേൾക്കുകയും മിസ്റ്റേക്ക് വരുത്തുകയും റിപ്പീറ്റ് ചെയ്ത് പറയുകയും എല്ലാ ദിവസവും ആ ഒരു ലാംഗ്വേജ് ഉപയോഗിക്കുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് ലാംഗ്വേജ് സംസാരിക്കാൻ കഴിഞ്ഞത്. നമ്മൾ ഒരു 1.5-2 വയസ്സൊക്കെ ആവുമ്പോൾ ചെറിയ ചെറിയ വേർഡ് പഠിച്ചു തുടങ്ങും അല്ലെ? നമ്മൾ മലയാളം സംസാരിക്കാൻ അങ്ങനെയാണ് നമ്മൾ പഠിച്ചത് അല്ലെ? കുഞ്ഞു കുഞ്ഞു വേർഡുകൾ പഠിച്ച് 2-3 വയസ്സാവുമ്പോൾ ചെറിയ സെന്റൻസ് പഠിച്ച് 4 വയസ്സ് 5 വയസ്സൊക്കെ ആകുമ്പോഴാണ് ഒരു സെന്റൻസ് കറക്റ്റായിട്ട് പറയാൻ നമ്മൾ പഠിക്കുന്നത്.
എന്തുകൊണ്ടാണ് ഇതേ ഒരു പാറ്റേണ് ഇംഗ്ലീഷ് പഠിക്കാൻ നമ്മൾ എടുക്കാത്തത്? ഇംഗ്ലീഷ് പഠിക്കാൻ ചിന്തിക്കുമ്പോൾ എല്ലാവരുടെയും വിചാരം എന്താണ്? ഞാൻ പഠിക്കുമ്പോൾ തന്നെ എനിക്ക് ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കണം. അത് തെറ്റായ ഒരു ധാരണയാണ്. നമ്മൾ മലയാളം സംസാരിക്കാൻ എത്രത്തോളം പ്രാക്ടീസ് കൊടുത്തിട്ടുണ്ട്? അത്രയൊന്നും ഇല്ലെങ്കിലും കുറച്ചൊക്കെ പ്രാക്ടീസ് കൊടുക്കാൻ നമ്മൾ തയ്യാറാവണം ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിൽ. മലയാളം നമുക്കറിയാം, നമ്മൾ ഒരു 1.5 വയസ്സ് മുതൽ സംസാരിക്കാൻ തുടങ്ങിയിട്ട് ഒരു 5 വയസ്സ് വരെ ഒരു 2-3 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് നമുക്ക് ഈസി ആയിട്ട് മലയാളം സംസാരിക്കാൻ കിട്ടിയത്, അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ഞാൻ പറയുന്നത് ശരിയാണോ തെറ്റാണോ? കമന്റ് ചെയ്യാം. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ് വരുന്നത്? ഒരു തെറ്റും വരരുത്, എനിക്ക് കറക്റ്റായിട്ട് സംസാരിക്കണം, ഇല്ലെങ്കിൽ മറ്റുള്ളവർ ചിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിക്കും. അങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണകളാണ് എല്ലാവരുടെ മനസ്സിലും. ആ ഒരു തെറ്റിദ്ധാരണ കൊണ്ടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആരും മുമ്പോട്ട് വരാത്തത്. ആ തെറ്റിദ്ധാരണയെ നിങ്ങൾ എല്ലാവരും മാറ്റണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഫസ്റ്റ് തന്നെ നമുക്ക് കറക്റ്റായിട്ട് സംസാരിക്കാൻ കഴിയില്ല എന്ന സത്യം എല്ലാവരും മനസ്സിലാക്കുക. കാരണം ഇംഗ്ലീഷ് ഒരു ലാംഗ്വേജ് ആണ്. നമ്മൾ നമ്മുടെ ലാംഗ്വേജ് പഠിക്കാൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് കൊടുത്തോ, എത്രത്തോളം സമയം കൊടുത്തോ, അതുപോലെ തന്നെ സമയം കൊടുത്ത് പഠിക്കേണ്ട ഒരു ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. ആ ഒരു കാര്യം എല്ലാവരും ഉൾക്കൊള്ളുക. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യുക. കുഞ്ഞു കുഞ്ഞു വേർഡുകൾ പഠിക്കുക, ചെറിയ ചെറിയ സെന്റൻസുകൾ പഠിക്കുക. ഇനി നിങ്ങൾക്ക് ആരും സംസാരിക്കാൻ കൂടെ ഇല്ലെങ്കിൽ, പാർട്ട്ണർ ഇല്ല എന്നുള്ളതാണെങ്കിൽ, നിങ്ങൾക്ക് മിററിന്റെ മുമ്പിൽ നിന്നിട്ട് സംസാരിക്കാം. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. മനസ്സിലായില്ലേ? നിങ്ങളോട് തന്നെ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. ഇപ്പൊ പലരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടെന്താ, എനിക്ക് സംസാരിക്കാൻ ഒരു അവസരമില്ല, എനിക്ക് സംസാരിക്കാൻ ഒരു ചാൻസ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യാൻ ഒരാളെ കിട്ടുന്നില്ല. ഒന്നും വേണ്ടെന്നേ, നിങ്ങൾ വെറുതെ സംസാരിക്കേ. നിങ്ങളുടെ വീട്ടിൽ കാണുന്ന ഓരോ സാധനങ്ങളുടെയും ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾ പറയുക. രാവിലെ മുതൽ രാത്രി വരെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുക. തെറ്റിക്കോട്ടെ, തെറ്റ് വരുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയേ ചെയ്യണ്ട. ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ധൈര്യം കാണിക്കുക. ചിലർക്കൊക്കെ ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഞാനിപ്പോ സംസാരിക്കുന്ന തെറ്റിപ്പോയി കഴിഞ്ഞാൽ, തെറ്റ് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും എൻ്റെ മൈൻഡിൽ തെറ്റേ വരൂ എന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. ഒരിക്കലുമില്ല. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ പറയാണ്. ഞാനും നിങ്ങളെ പോലെ തന്നെയായിരുന്നു. എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കാൻ ഭയങ്കര പേടിയായിരുന്നു. ഞാൻ പറയുന്നത് തെറ്റിപ്പോകുമോ, അല്ലെങ്കിൽ മറ്റുള്ളവർ ചിരിക്കുമോ, ഇങ്ങനെയൊക്കെയുള്ള തെറ്റിദ്ധാരണ എൻ്റെ മനസ്സിലും ഉണ്ടായിരുന്നു. ആ ഒരു തെറ്റിദ്ധാരണ മാറിയപ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞത്. അതിനെ ഞാൻ തിരുത്തിയപ്പോഴാണ് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഇത്ര ധൈര്യപൂർവ്വം ഞാൻ നിങ്ങളോട് പറയുന്നത്. ഞാനും ആദ്യം ബ്രോക്കൺ ഇംഗ്ലീഷ് തന്നെയാണ് സംസാരിച്ചത്. നൗ ഐ ക്യാൻ സ്പീക്ക് ഫ്ലുവൻ്റ്ലി. അതുപോലെ നിങ്ങളും ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയും. ഒരു സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക, ബ്രോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാതെ കറക്റ്റ് ഇംഗ്ലീഷ് സംസാരിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരിക്കലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഇത് ഞാൻ എഴുതി ഒപ്പിട്ട് തരുന്നൊരു കാര്യമാണ്.
നമ്മൾ വലിയ വലിയ സ്പീക്കേഴ്സിനെയൊക്കെ കണ്ടിട്ടില്ലേ? ഈ സ്പീക്കേഴ്സൊക്കെ ഗ്രാമർ പഠിച്ചിട്ടാണോ അല്ലെങ്കിൽ കറക്റ്റ് സെന്റൻസ് ആണോ അവർ പറയുന്നത്? ഒരിക്കലുമല്ല. അവർക്ക് മിസ്റ്റേക്ക് വരുന്നുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്? ധൈര്യപൂർവ്വം അതിനെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന തെറ്റാണോ ശരിയാണോ എന്ന് ആരും ബോധേഡല്ല. അവർ പറയുന്നത് ലിസൺ ചെയ്യുന്നു. അവിടെ തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് ആരും ശ്രദ്ധിക്കില്ല. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണ്? ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു ധൈര്യമാണ് വേണ്ടത്. ആ ധൈര്യം നമ്മൾ സ്വയം ഉണ്ടാക്കിയാൽ മാത്രമേ അത് നമുക്ക് കിട്ടുകയുള്ളൂ. അത് മറ്റൊരാൾക്കും നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയില്ല. നിങ്ങൾ ചിന്തിക്കുക, ഇംഗ്ലീഷ് സംസാരിച്ചു പഠിക്കണം, അല്ലെങ്കിൽ എനിക്ക് സംസാരിക്കണം, എനിക്ക് നല്ല ഒരു ജോലിയിൽ എത്തണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ എഫേർട്ട് എടുക്കാൻ തയ്യാറാവുക. എഫേർട്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ അത്ര വലിയൊരു എഫേർട്ടൊന്നും അല്ല ഇത്. സിമ്പിളായിട്ട് നിങ്ങൾ വീട്ടില് എങ്ങനെയാണോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, അതിന്റെ കാര്യങ്ങൾ ഇംഗ്ലീഷിൽ പറയുക. എന്ത് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അതിന് ഇംഗ്ലീഷ് പറയുക. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇവിടെ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇന്ന് ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നത് അവരെ പോലെ എനിക്കും അങ്ങനെ സംസാരിച്ചാലേ ശരിയാവൂ എന്നുള്ള ആ ഒരു ചിന്ത ഉറപ്പായിട്ടും നിങ്ങൾ മാറ്റിയേ മതിയാകൂ. ആ ചിന്ത മൈൻഡിലുള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഒരിക്കലും ഫ്ലുവൻ്റ് ആയിട്ട് സംസാരിക്കാൻ കഴിയില്ല. ഞാൻ 1998 ബഹറിൽ പോകുന്ന സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു ഭാഷയാണെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തൊന്നും നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഭാഷയാണെന്ന് അറിയുക പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇന്നതല്ല. ഇന്ന് ഇംഗ്ലീഷ് അധികം ആൾക്കാർ സംസാരിക്കുന്നുണ്ട്, സംസാരിക്കേണ്ട ആവശ്യം വരുന്നുണ്ട്. പക്ഷേ നാളെ പെർമനന്റ് ആയിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നവർക്ക് പുറത്തിറങ്ങാൻ പറ്റൂ എന്നുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മിണ്ടാൻ പറ്റില്ല. മിണ്ടണം എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരു കണ്ടീഷനിലേക്കാണ് നമ്മുടെ കാലം നമ്മളെ കൊണ്ടുപോകുന്നത്. അന്ന് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഭാഷയാണെന്നൊന്നും അറിയില്ലായിരുന്നു. ഞാൻ എയർപോർട്ടിൽ ഇറങ്ങി എമിഗ്രേഷൻ കൗണ്ടറിൽ നിന്ന് ഓഫീസർ ഒരു ചോദ്യം, വാട്ട് ഈസ് പർപ്പസ് ഓഫ് യുവർ വിസിറ്റ്? പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി. ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഭാഷയായിരുന്നോ? ഇതെങ്ങനെ സംസാരിക്കും? എനിക്കറിയില്ലല്ലോ എന്നുള്ള ആ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നതോടുകൂടി ഞാൻ അവിടെ ബ്ലാങ്കായി, സ്റ്റക്കായി. പിന്നെ എനിക്ക് ഒരു അക്ഷരം ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റോറിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബഹറിലെത്തി ഹസ്ബൻഡിന്റെ കുറെ ഫ്രണ്ട്സുമാര് ഇംഗ്ലീഷ് മറ്റുള്ള ഭാഷകളിലുള്ളവരായിരുന്നു. അവരോടൊന്നും സംസാരിക്കാൻ എനിക്ക് പറ്റിയിരുന്നില്ല. ഹസ്ബൻഡിന്റെ ബോസിന്റെ സെക്രട്ടറിയുടെ വീട്ടിൽ പോയപ്പോ 2 പ്രാവശ്യം പോയപ്പോഴും ഞാൻ മിണ്ടാതിരുന്നു. എന്തുകൊണ്ട്? പേടികൊണ്ട്. ഞാൻ സംസാരിച്ചാൽ തെറ്റിപ്പോകുമോ? അവരെന്ത് വിചാരിക്കും? ഞാൻ തെറ്റ് പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും? ഇതായിരുന്നു എൻ്റെ മനസ്സിലുള്ള ചിന്ത. ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ മനസ്സിലുള്ള ചിന്ത എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര റിലേറ്റീവ്ഡ് ആയിട്ട് പറയുന്നത്. കാരണം ഞാനും അത് അനുഭവിച്ചതാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നത്, പേടിക്കരുത്, പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാലോ. മറ്റുള്ളവരോട് സംസാരിക്കുന്നതിന് മുമ്പ് കുറേ പ്രാക്ടീസ് നമുക്ക് വീട്ടിൽ നിന്ന് ചെയ്യാം. പക്ഷെ വീട്ടിലെല്ലാവർക്കും ഉള്ള ഒരു മടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഹസ്ബൻഡ് എന്ത് വിചാരിക്കും, വൈഫ് എന്ത് വിചാരിക്കും, മക്കൾ എന്ത് വിചാരിക്കും, അയ്യോ ഞാൻ ഇംഗ്ലീഷ് പറയും, അങ്ങനെയുള്ളൊരു ചിന്ത പലർക്കും വരാറുണ്ട് അല്ലെ? സത്യമാണ്, അതെനിക്കും വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിനും ഉണ്ടായിരുന്നു. കാരണം ഞാൻ എന്നെ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിപ്പിച്ചതാ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നോട് പറയും, നീ ഇംഗ്ലീഷ് സംസാരിക്കണ്ട, അങ്ങനെയാണ് എന്നോട് പറയാറ്. അതുപോലത്തെ അനുഭവം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനെയൊക്കെ നമ്മൾ മറികടക്കണം. ഞാൻ 2 ദിവസം ആ ഒരു ഗോവൻ ലേഡിയുടെ വീട്ടിൽ പോയപ്പോൾ മിണ്ടാതിരുന്നപ്പോ 3-ാമത്തെ ആഴ്ച ഞാൻ ചിന്തിച്ചു, എനിക്ക് എന്തെങ്കിലും ഒന്ന് അവരോട് ഇംഗ്ലീഷ് മിണ്ടണം എന്ന്. അങ്ങനെയാണ് ഞാൻ അവരോടൊരു സെന്റൻസ് പറഞ്ഞത്. കിച്ചണിലേക്ക് അവർ ഫുഡ് എടുക്കാൻ പോയപ്പോൾ കൂടെ പോയിട്ട് ഞാൻ പറഞ്ഞു, അന്നറ്റ് ദിസ് കിച്ചൺ ഈസ് വെരി ബിഗ് ബട്ട് മൈ കിച്ചൺ ഈസ് വെരി സ്മോൾ. അത് ഞാൻ പറഞ്ഞു തീരും മുമ്പ് അവരെന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ഓടി ഹാളിലേക്ക് പോയിട്ട് ഹസ്ബൻഡിനോട് പറഞ്ഞു, രാജ ശോഭ ഈസ് സ്പീക്കിംഗ് ഇംഗ്ലീഷ്. കാരണം അവർക്ക് അത്ഭുതമായിരുന്നു. കാരണം എന്താണ്, ഹസ്ബൻഡ് അവരോട് പറഞ്ഞിട്ടുണ്ട് ഇവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചപ്പോൾ അവർക്ക് ഭയങ്കര അത്ഭുതം തോന്നി. അന്നാണ് എന്റെ പേടി മാറിയത്. അവരെന്റെ പുറത്ത് തട്ടിയിട്ട് എന്നോട് പറഞ്ഞു, ശോഭ യു ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ആ ഒരു പേടി അങ്ങ് മാറിയപ്പോ ഞാൻ ധൈര്യപൂർവ്വം സംസാരിച്ചു. ആ ഒരു അനുഭവം കൊണ്ടാണ് ഇന്ന് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. കാരണം നിങ്ങളുടെ മനസ്സിന്റെ പേടിയും മാറ്റിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്ന് 100% അനുഭവത്തിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പേടി മാറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. 2 വർഷത്തോളമായി ഞാൻ സൈക്കോളജി പഠിക്കുന്നു, നിങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി. അതിനു വേണ്ടിയാണ് ഞാൻ സൈക്കോളജി പഠിച്ചത്. ഫസ്റ്റ് NIOSന്റെ +2 സൈക്കോളജി പഠിച്ചു. അതിനുശേഷം 1 ഇയർ കൗൺസിലിംഗ് സൈക്കോളജി പഠിച്ചു. അതിൽ നിന്നൊക്കെ കിട്ടിയ അറിവുകൾ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ ഇംഗ്ലീഷിനോടുള്ള ഒരു ഭയം മാറ്റിത്തരുന്നത്. ഈ ഒരു ഭയം മാറുന്നതോടുകൂടി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയുമെന്നുള്ളത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾ മടി കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ബ്ലോക്ക് കൊണ്ടാണ്. നമുക്ക് മൈൻഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം തീരുമാനിക്കാൻ ചിന്തിക്കുമ്പോൾ നമ്മളെ മൈൻഡ് പിടിച്ചു വലിക്കും. വേണ്ട, നിനക്കത് ചെയ്യാൻ പറ്റില്ല, അത് പരാജയപ്പെട്ടു പോകും, നീ അതിന് മുതിരണ്ട എന്നൊക്കെ നമ്മളോട് ഇങ്ങനെ ബ്രെയിന് പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഈ മൈൻഡ് ബ്ലോക്ക് മാറിക്കഴിഞ്ഞാൽ ധൈര്യപൂർവ്വം നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അതിനൊരു ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് കഴിയും. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഭയം മാറ്റണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ ഹാർട്ട് സ്പീക്ക് അക്കാഡമിയിൽ ജോയിൻ ചെയ്യാം. എൻ്റെ നമ്പർ ഞാനിവിടെ താഴെ കൊടുക്കുന്നുണ്ട്, കോൺടാക്റ്റ് ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതേപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എന്ത് കമൻ്റ് ആയാലും നിങ്ങൾ എഴുതണം. എൻ്റെ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു വെരി മച്ച്.